നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. മേലെ പട്ടാമ്പി ചെർപ്പുളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ആണ് പൂർത്തിയായത്. ഇന്ന് രാവിലെ മുതൽ പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മേലെ പട്ടാമ്പി ചെർപ്പുളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ഇന്ന് രാവിലെയോടുകൂടിയാണ് പൂർത്തിയായത്. രാവിലെ മുതൽ പാത ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. പട്ടാമ്പി നിളാശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണമാണ് ഇപ്പോൾ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മേലെ പട്ടാമ്പി ചെർപ്പുളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ആണ് നിലവിൽ പൂർത്തിയായത്. പാതയിൽ 4 ദിവസങ്ങളിലായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ പാടെ തകർന്നു കിടക്കുന്ന പാതയാണ് വീതി കൂട്ടി ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത്. നവീകരണ പ്രവർത്തികൾക്കിടയിൽ റോഡ് വീതി കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. 2 തവണ റോഡ് നവീകരണം തടസ്സപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി. മഴ വിട്ടുനിന്നത് പ്രവൃത്തികൾക്ക് അനുഗ്രഹമായി. അതേസമയം റോഡ് പണി തടസ്സപ്പെടുത്താനാണ് ചിലർ ശ്രമിച്ചതെന്നും ഇത്തരക്കാരെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA പ്രസ്താവനയിൽ പറഞ്ഞു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് UDF ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തി റോഡ് പണി തടഞ്ഞതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും MLA പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ഏറെക്കാലത്തെ ദുരിതയാത്രയ്ക്കാണ് മേലെ പട്ടാമ്പിയിലെ ടാറിംഗ് പ്രവൃത്തികളിലൂടെ ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അഴുക്കുചാൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇനി ഇവിടെ നടപ്പാക്കാനുണ്ട്. ഒപ്പം റോഡ് നവീകരണം മേലെ പട്ടാമ്പിയിൽ നിന്നും നിള ആശുപത്രി വരെയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുകയും വേണം. വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രവൃത്തികളും ആരംഭിക്കും. പരുതൂർ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയായി. 2022-23 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. 2 നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന് 1250 ചതുരശ്ര അടി വിസ്തൃതിയുണ്ട്. ജീവനക്കാർക്കും സേവനം തേടിയെത്തുന്ന നാട്ടുകാർക്കുമായുള്ള മുഴുവൻ സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുമുണ്ട്. ഫ്രണ്ട് ഓഫീസ്, ഭിന്നശേഷികർക്കായി റാമ്പ് സൗകര്യം, വില്ലേജ് ഓഫീസർക്കുള്ള മുറി, ജീവനക്കാർക്കായുള്ള ക്യാബിനുകൾ, റെക്കോർഡ് മുറി, ഭക്ഷണം കഴിക്കാനുള്ള മുറി, പൊതുജനങ്ങൾക്കുള്ളതടക്കം 3 ശുചിമുറികൾ എന്നിവയെല്ലാം സ്മാർട്ട് വില്ലേജ് ഓഫീസിലുണ്ട്. പാലക്കാട് നിർമ്മിത കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. ശനിയാഴ്ച കാലത്ത് 10-ന് മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി MP രാജേഷ് അധ്യക്ഷനാകും. ചോർന്നൊലിക്കുന്ന കെട്ടിടവും തകർന്ന ശുചിമുറികളുമായി ദുരവസ്ഥയിലായിരുന്നു നിലവിൽ പഴയ കെട്ടിടത്തിന്റെ പ്രവർത്തനം. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2 വർഷമായി വാടക കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പട്ടാമ്പിയിലെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. ഇതിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. പട്ടാമ്പി പള്ളിപ്പറ റോഡിലെ പരുവക്കടവിലാണ് അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രത്യേകം ചാൽ നിർമ്മിച്ചാണ് ഇവ പുഴയിലേക്ക് തള്ളുന്നത്. ഇവരെ പാർപ്പിച്ചിരുന്ന കെട്ടിടത്തിൽ സെപ്റ്റി ടാങ്ക് സൗകര്യം ഉണ്ടായിട്ടും ഇത് നിറയുകയും ഇതിലെ മലമൂത്ര വിസർജനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുകയാണെന്നാണ് പരാതി. കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിയതോടെ സ്ഥലത്തെ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതെന്നാണ് ആക്ഷേപം. ഇവിടുത്തുകാർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പലതവണ വിഷയത്തിൽ പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. പരുവക്കടവിലെ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന പാർപ്പിടങ്ങളിൽ നിന്നും സ്ഥിരമായി അവരുടെ മലിനജലം വിസർജനം ഇതെല്ലാം അവർ ബിൽഡിങ്ങിൽ നിന്നും പുഴയിലേക്ക് സ്ഥിരമായി ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. ഇതിനു മുമ്പും ഒരുപാട് തവണ പരാതി കൊടുത്തിട്ടും ബിൽഡിംഗ് ഓണേഴ്സ് അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി അധികാരികൾക്കും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഒരു ചെറിയ ഫൈനിൽ ഒതുങ്ങി. അത് വീണ്ടും അവർ അതിലേക്ക് വീണ്ടും ഇതുപോലെ ഒരു കുറച്ച് കാലതാമസം കഴിഞ്ഞാൽ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോയി കളക്ടർക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അതിഥി തൊഴിലാളികൾ താമസിപ്പിക്കുന്നതിനോ അവരെ ഇവിടെ പാർപ്പിക്കുന്നതിനോ ഞങ്ങൾ എതിരല്ല. പക്ഷെ അവരുടെ ഒരു കപ്പാസിറ്റി കുറക്കുക, അതുപോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണമായാലും ശരി, വെള്ളമായാലും ശരി, അവർക്ക് വേണ്ട മറ്റേ ടോയ്ലറ്റ് സൗകര്യം ഇതെല്ലാം ഒരുക്കിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ ഇവിടെ കപ്പാസിറ്റിക്ക് അതീതമായി ഒരു
ഏരിയ മുഴുവൻ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുകയും അവരുടെ വേസ്റ്റേജും മറ്റുള്ള മാലിന്യങ്ങളും എല്ലാം പുഴയിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തൃശൂർ ജില്ലയിലടക്കമുള്ള പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ് കൂടിയാണ് ഭാരതപ്പുഴ. കക്കൂർസ് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഒഴുക്കുന്നതിന് തൊട്ടടുത്താണ് പട്ടാമ്പി നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ കിണറും സ്ഥിതി ചെയ്യുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടവരുത്തുമെന്ന ആശങ്കയും നാട്ടുകാർക്കിടയിലുണ്ട്. എന്താണെന്നറിയില്ല, ഹെൽത്ത് ഉദ്യോഗസ്ഥർ വന്നു പോവുക, അവർക്കൊരു തുച്ഛമായ ഒരു ഫൈൻ ഇട്ട് കൊടുക്കുക എന്നല്ലാതെ വേറൊരു നിലപാട് ഇതിന് കാണാനില്ല. ഞങ്ങൾ ഈ ഒരു വള്ളമാണ് എത്രയും കാലങ്ങളോളായിട്ട് മലപ്പുറം, പാലക്കാട്, ഏകദേശം തൃശ്ശൂര് അവിടേക്കുള്ള കുടിവെള്ള പദ്ധതിയാണ്. ഈ 24-ാം വാർഡിന്റെ തൊട്ടടുത്ത് അതിൽ ഉൾപ്പെട്ടാണ് നമ്മൾ ഈ പ്രദേശത്തേക്കൊക്കെ വെള്ളം കൊണ്ട് പമ്പോസാണ് തൊട്ടടുത്തുള്ളത്. ഈ പ്രദേശത്ത് ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇവർക്ക് എതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നുകയാണ്. ഇവിടെ അതിഥി തൊഴിലാളികൾ വേണം. അതിഥി തൊഴിലാളികൾ ഇല്ലാതെ ഈ സമൂഹത്തിൽ ഒന്നും നടക്കില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അവർക്കെതിരെ നമ്മൾ ഒരു അക്ഷരം ഉരിയാടുന്നില്ല. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, അവർക്ക് ചെയ്യാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പണത്തിനോടുള്ള ആക്രാന്തം മൂത്തുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ സ്ഥിരം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കും അതുപോലെ വലിയ വലിയ ആളുകൾക്കും എല്ലാവർക്കും മഞ്ഞപ്പിത്തം, കോറള, മറ്റേ പനി തുടങ്ങിയ വയറ്റുനോക്ക്, ഛർദി തുടങ്ങിയ മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ നടപടി ഉണ്ടാവാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ഇവിടുത്തുകാരുടെ തീരുമാനം. തൃത്താല സർക്കാർ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 1 വർഷത്തിനകം നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. നാട്ടുകാരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് തൃത്താല സർക്കാർ ആശുപത്രി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. സംസ്ഥാന ബജറ്റ് 2022 അനുവദിച്ച 12.50 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിട നിർമ്മാണം നടത്താൻ ഏതാനും മാസം മുൻപ് ആശുപത്രി വളപ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ആശുപത്രിയുടെ ക്വാർട്ടേഴ്സുകൾ, പോസ്റ്റ്മോർട്ടം റൂം തുടങ്ങിയവ ഉൾപ്പെടുന്ന ജീർണിച്ച പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. ഏതാനും ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വൈകിയത് മൂലമാണ് പദ്ധതി തുടങ്ങാൻ കാലതാമസം നേരിട്ടത്. നിലവിൽ PHSC ആയി പ്രവർത്തിക്കുന്ന ആശുപത്രിയെ മാതൃക CHSC ആയി ഉയർത്തി മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുള്ള പ്രവർത്തികളാണ് ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. 2 നിലകളിലായി നിർമ്മിക്കുന്ന 2446 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിന്റെ 4 OP ഒബ്സർവേഷൻ റൂം, സ്റ്റാഫ് റൂം, AH ക്ലിനിക്, ഡ്രസ്സിംഗ് റൂം, ഫീഡിംഗ് റൂം, വെൽനസ് ഏരിയ, സ്പെഷ്യൽ ക്ലിനിക്, ഡെന്റൽ ലാബ്, വിഷൻ ടെസ്റ്റിംഗ് റൂം, സ്റ്റോർ റൂം, ഓഫീസ് റൂം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നഴ്സസ് റൂം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്, ഫാർമസി സ്റ്റോർ, ടോയ്ലറ്റ്, കോൺഫറൻസ് ഹാൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ റൂം, വാക്സിനേഷൻ റൂം, ആശുപത്രി സൂപ്രണ്ട് IUD റൂം, MLSP റൂം, ലേഡീസ് ഡ്രസ്സിംഗ് റൂം, ലിഫ്റ്റ് എന്നിവ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആശുപത്രിയുടെ തകർന്ന ചുറ്റുമതിലും ഇതോടനുബന്ധിച്ച് പുനർനിർമ്മിക്കും. ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാകാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കൊപ്പത്ത് ഭിന്നശേഷിക്കാരൻ നടത്തിവന്നിരുന്ന തട്ടുകട സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി പരാതി. രാത്രിയുടെ മറവിലാണ് തട്ടുകടയിലെ സാധന സാമഗ്രികൾ തകർത്തത്. കൊപ്പത്ത് ഭിന്നശേഷിക്കാരൻ നടത്തിയിരുന്ന തട്ടുകട അടിച്ചു തകർത്തതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കൊപ്പം മുളയങ്കാവ് റോഡിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷ തട്ടുകടയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. തട്ടുകടയ്ക്ക് പുറത്തിട്ടിരുന്ന ഫൈബർ ടേബിൾ അടക്കമുള്ളവയാണ് തല്ലി തകർത്തത്. 2 ടേബിളുകൾ തല്ലി തകർത്തിട്ടുണ്ട്. കുടിവെള്ള പൈപ്പിന്റെ കണക്ഷനും തകർന്നു കിടക്കുന്ന നിലയിലാണ്. കഴിഞ്ഞ 10 വർഷമായി കൊപ്പം എറിയൂർ സ്വദേശി കറുപ്പനാണ് ഇവിടെ തട്ടുകട നടത്തി വന്നിരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം കഴിഞ്ഞ ഓണത്തിന് ശേഷം ഇയാൾ തട്ടുകട തുറന്നിരുന്നില്ല. ഇതിനിടെയാണ് സാമൂഹ്യ വിരുദ്ധർ തട്ടുകടയിൽ അഴിഞ്ഞാട്ടം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊപ്പം പോലീസിൽ പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് കടയുടമ കറുപ്പൻ. പട്ടാമ്പിയിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ടുള്ള മാനസിക വിഷമമാണ് UDFനെന്ന് പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി. MP ഫണ്ട് പട്ടാമ്പി പൊതു ശ്മശാനത്തിന് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദീകരണവുമായി നഗരസഭാ ചെയർപേഴ്സൺ രംഗത്തെത്തി. UDFകാര് നഗരസഭാ സെക്രട്ടറി ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ MLA ബഹുമാനപ്പെട്ട MP ഫണ്ട്, നമ്മുടെ ശ്മശാനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള MP ഫണ്ടിന്റെ എല്ലാ രേഖകളും നമ്മൾ 24/6/2024 തന്നെ നമ്മളെല്ലാതും എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്.
ഈ MP ഫണ്ട് ലാപ്സാക്കുന്ന രീതിയിൽ ഒരു തരത്തിലും നഗരസഭയോ നഗരസഭാ സെക്രട്ടറിയോ ഭരണപക്ഷമോ ഒരു രീതിയിലും അതിന് മുതിർന്നിട്ടില്ല. കാരണം നമുക്ക് എവിടുന്നാലും ആണോ നമുക്ക് ഫണ്ട് ലഭിക്കുന്നത് അതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. പ്രധാനമായും ശ്മശാനം എന്നുള്ളത് പൊതുജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് MP ഫണ്ടോ MLA ഫണ്ടോ എന്ന ഒരു ഫണ്ടും നമ്മൾ നിരാകരിക്കാൻ തയ്യാറല്ല. അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഈ ഭരണസമിതി ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് MP ഫണ്ട് ലാപ്സാക്കി കളയാനാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ഉന്നയിക്കേണ്ടായി. അതിന് യാതൊരു തരത്തിലും നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ മിനിമാസ് ലൈറ്റുകൾ അടക്കം ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അതിനും അത്യാവശ്യമാണ് നമുക്ക് ശ്മശാനം എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ആ ഫണ്ട് എങ്ങനെയാണോ കിട്ടാൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടുകൊണ്ടുള്ള അവരുടെ ഒരു എന്താ പറയുക, മാനസികമായ ഒരു വിഷമം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ പാലായാലും അതുപോലെ തന്നെ തടയണ, റോഡ് വികസനം എല്ലാം അവർ കാണുകയാണ്. 45 വർഷം കൊണ്ട് നടത്താൻ പറ്റാത്ത വികസനം ഈ 5 വർഷം കൊണ്ട് നടത്തി കണ്ടതിലുള്ള അവരുടെ മനോവിഷമം മൂലമാണ് ഇത്തരത്തിലൊരു പ്രഹസനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ പ്രസന്ന PK സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P വിനീത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി പ്രീത, പദ്ധതി സ്വതന്ത്ര നിരീക്ഷകൻ TK ബാലൻ മാസ്റ്റർ, വാർഡ് അംഗങ്ങളായ C ഇന്ദിര, P ഷീബ, പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.